ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ബോബിനിൽ എങ്ങനെ നൂല് ചുറ്റിയെടുക്കാമെന്ന് നോക്കാം. ഇത് ഞാൻ തുടക്കക്കാർക്ക് വേണ്ടി ചെയ്യുന്നൊരു വീഡിയോ ആണ്. അറിയാവുന്നവരാണെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോയേക്കുക. ആദ്യം നമ്മൾ മെഷീനിലേക്ക് ഇതുപോലെ ഒന്ന് നൂല് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ കയ്യിലുള്ള ബോബിനിലേക്ക് നമുക്ക് കൈകൊണ്ടൊന്ന് നൂല് ചുറ്റിയെടുക്കാവുന്നതാണ്. ഇവിടെ ഞാൻ ഓൾറെഡി നൂല് ചുറ്റിയ ഒരു ബോബിനിലേക്ക് തന്നെയാണ് കൈകൊണ്ടൊന്ന് നൂല് ചുറ്റിയെടുക്കുന്നത്. മുന്നിലേക്ക് വരുന്ന രീതിയിലാണ് നമ്മളിവിടെ ബോബിനിൽ നൂല് ചുറ്റിയെടുത്തിട്ടുള്ളത്. അതിനുശേഷം ഇവിടേക്ക് നമുക്ക് ഈ ബോബിനൊന്ന് കയറ്റി വെച്ച് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുത്തതിന് ശേഷം ഇവിടെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് എടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ബോബിൻ അവിടെ ലോക്ക് ആവുന്നതാണ്. ഇത് ഊരാൻ നേരത്ത് ഇവിടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ച് വേണം നമ്മൾ മെഷീൻ ചവിട്ടി തുടങ്ങാനായിട്ട്. ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചാലേ നമ്മുടെ ബോബിനിൽ കറക്റ്റായിട്ട് എല്ലായിടവും ഒരേ രീതിയിൽ നൂല് ചുറ്റി കെട്ടത്തുള്ളൂ. അങ്ങനെ കിട്ടിയില്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നൂല് കട്ട കെട്ടാനുള്ള സാധ്യതയുണ്ട്. ബോബിനിൽ കറക്റ്റായിട്ട് നൂല് ചുറ്റിയില്ലെങ്കിലും നമ്മൾ സ്റ്റിച്ചിങ്ങിൽ പെർഫെക്ഷൻ കുറയും. കണ്ടില്ലേ, ചിലപ്പോഴൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നൂല് കട്ട കെട്ടാറുണ്ട്. അത് ബോബിനിലെ നൂല് കറക്റ്റായിട്ട് ചുറ്റിയെടുക്കാത്തത് കൊണ്ടാണ്. അങ്ങനെ നമ്മളിവിടെ ബോബിനിൽ നൂല് ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇതിൽ എളുപ്പത്തിൽ വേറൊരു രീതിയിൽ നമുക്ക് ബോബിനിൽ നൂല് ചുറ്റിയെടുക്കാവുന്നതാണ്. അറിയാവുന്നവരായിരിക്കും കൂടുതലും. ഞാനിത് ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. വീണ്ടും ഞാൻ നൂല് വേറൊരു ബോബിനിൽ ഒന്ന് ചുറ്റിയെടുക്കുവാണ്. ആദ്യം നമ്മൾ ചുറ്റിയതുപോലെ തന്നെ കൈ കൊണ്ടൊന്ന് ചുറ്റിയെടുക്കുവാണ്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കയ്യിലുള്ള ബോബിനിലെല്ലാം ഞാൻ നൂല് ചുറ്റി വെച്ചേക്കുവാണ്. അതുകൊണ്ടാണ് ചുറ്റിയതിൻ്റെ പുറത്തേക്ക് വീണ്ടും ചുറ്റി എടുത്തതിന് ശേഷം നമുക്ക് ഈ ബോബിൻ ഒരു സ്ക്രൂ ഡ്രൈവറിലേക്ക് ഇതുപോലെ ഒന്ന് കയറ്റി വെച്ചതിന് ശേഷം മെഷീൻ്റെ വീലിൻ്റെ അവിടേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്ത് മെഷീൻ ചവിട്ടി തുടങ്ങാവുന്നതാണ്. വീൽ കറങ്ങുന്നതിനനുസരിച്ച് നമ്മുടെ നൂൽ ബോബിൻ കറങ്ങി ബോബിനിലേക്ക് ചുറ്റിയെടുക്കാവുന്നതാണ്. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, നൂല് ചുറ്റുമ്പോൾ നമ്മുടെ വശത്തേക്ക് മുന്നിലേക്ക് വരുന്ന രീതിയിൽ വേണം നൂല് ചുറ്റിയെടുക്കാനായിട്ട്. അങ്ങനെ നമ്മളിവിടെ രണ്ട് രീതി കാണിച്ചു. ഞാൻ പറഞ്ഞില്ലേ, ആദ്യമേ ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിലുള്ള ബോബിനിലെല്ലാം ഞാൻ നൂല് ചുറ്റി വെച്ചേക്കുവാണെന്ന്. കണ്ടില്ലേ, എൻ്റെ കയ്യിലുള്ള ബോബിനിലെല്ലാം ഞാൻ ഓൾറെഡി നൂല് ചുറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ കാണാം, നമ്മൾ ചുറ്റിയ ഒരു കളർ തന്നെ പല ബോബിനിൽ ഓറഞ്ച് കളർ തന്നെ കണ്ടില്ലേ, 2-3 ബോബിനിൽ ചുറ്റിയിട്ടുണ്ട്. ഞാൻ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോകുമ്പോഴത്തേക്ക് ചിലപ്പോൾ ആ തുണിക്ക് മാച്ച് ചെയ്യുന്ന കളറിലെ ബോബിനിലൊന്നും ഒരു നൂലും ചുറ്റിയിട്ടുണ്ടാവത്തില്ല. എങ്കിൽ വേണ്ടാത്ത കളറിലെ നൂലെല്ലാം കാണും. പിന്നെ എന്ത് ചെയ്യാനാണ്, ഈ ചുറ്റിയതിൻ്റെ പുറത്തേക്ക് വീണ്ടും ചുറ്റിയാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങളും ഇങ്ങനെയാണോ എന്നൊന്ന് പറയണേ. എൻ്റെ കയ്യിലുള്ള ബോബിനിലെല്ലാം ഞാൻ ഓൾറെഡി നൂല് ചുറ്റി വെച്ചിട്ടുണ്ട്. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ സ്റ്റിച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സമയം കിട്ടുമ്പോൾ അതെല്ലാം കണ്ടു നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ പറയുക.